ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഏറെ കാലമായി പരിക്കിൻ്റെ പിടിയിലാണ്. ഇപ്പോഴും പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നെയ്മറുടെ പരിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസവും നെയ്മർ ജൂനിയർ തനിച്ചാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. അതായത് ഗ്രൂപ്പിനോടൊപ്പം ഇപ്പോഴും നെയ്മർ ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ഒരു പ്രാപ്തി സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വൈകുകയാണ്. ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് നവംബർ 3-ാം തീയതി ഫോർട്ടലേസക്കെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ തിരിച്ചെത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് ഇനി നടക്കാൻ സാധ്യതയില്ല. അതേസമയം 9-ാം തീയതി ഫ്ലമംഗോക്കെതിരെ സാന്റോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിലായിരിക്കും നെയ്മർ ജൂനിയർ തിരിച്ചെത്തുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം പാൽമിറാസിനെതിരെ വിലാ ബെൽമിറോയിൽ വെച്ചുകൊണ്ട് 15-ാം തീയതി ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ഇനി 9-ാം തീയതി തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ 15-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ നെയ്മർ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ നെയ്മർ ഉണ്ടാവില്ല, മധ്യത്തിലാവുമ്പോഴേക്കായിരിക്കും നെയ്മർ ജൂനിയർ റെഡിയാവുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത മാസം ഇതേ സമയത്ത് തന്നെയാണ് ബ്രസീൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത്. അപ്പോഴേക്കും പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ പരിക്കൊക്കെ മാറിയാൽ തന്നെ കാർലോ ആഞ്ചലോട്ടി ഉടൻ തന്നെ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ബ്രസീലിന്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാൻ സാധ്യതയില്ല. റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന 3-ാം തീയതിയാണ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അപ്പോഴേക്കും നെയ്മർ ജൂനിയർ തൻ്റെ ആ ഒരു പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.